ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗീതാനന്ദൻ. സ്മാർട്ട് ട്രാവൽ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ അബുദാബി എയർപോർട്ടിലാണ് കേട്ടോ. ഞാനൊരു ഇൻ്റർനാഷണൽ യാത്ര വേണ്ടി തുടങ്ങാൻ പോകുക. 2024 ഫസ്റ്റ് ഇൻ്റർനാഷണൽ യാത്രയാണ്. അപ്പം കാലത്ത് 5:20 കാലിക്കറ്റിൽ നിന്ന് അബുദാബിയിൽ എത്തിയതാണ്. കാലിക്കറ്റിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 1.25 മണിക്കൂർ ലേറ്റ് ഉണ്ടായിരുന്നു. ആ ലേറ്റ് ഇവിടെ എത്തുമ്പോൾ ഏകദേശം അതേമാതിരി തന്നെ ഉണ്ട്. കാലിക്കറ്റ് എയർപോർട്ടിൽ നമുക്ക് ഇമിഗ്രേഷനും ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ഏകദേശം 2 മണിക്കൂർ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ബേർഡ് ലോഞ്ച് ഉണ്ട്. അത് നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് ചെറുതായിട്ടൊന്ന് റിഫ്രഷ് ചെയ്തു. നമ്മളുടെ ഫ്ലൈറ്റ് എയർ അറേബ്യ ആണ് കേട്ടോ. കാലിക്കറ്റ് ടു അബുദാബി എയർ അറേബ്യ ഫ്ലൈറ്റിലാണ് നമ്മളെ യാത്ര. അപ്പോൾ സോൺ 1 നമുക്ക് തന്നെ ആദ്യം കയറാൻ പറ്റി. നമ്മളിപ്പോൾ അബുദാബി എയർപോർട്ടിലാണ് ഉള്ളത്. അബുദാബി എയർപോർട്ട് ഇപ്പോൾ പുതുതായിട്ട് പണി കഴിപ്പിച്ച എയർപോർട്ടാണ്. ടെർമിനൽ എ എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ എത്തി നമ്മൾ. അപ്പോൾ ഈ അബുദാബി വഴി എൻ്റെ ഒരു ഫസ്റ്റ് യാത്രയാണ് കേട്ടോ ഉള്ളത്. പക്ഷേ അബുദാബി എയർപോർട്ട് അമേസിങ് കേട്ടോ. ഒന്നും പറയാനില്ല. അത് ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അബുദാബി എയർപോർട്ട് അടിപൊളി എയർപോർട്ടുകളാണ്. യാത്രക്കാരെ രോമാഞ്ചം കൊള്ളിക്കുന്നൊരു ആർക്കിടെക്ചറൽ വിസ്മയമാണ് കേട്ടോ ഇവിടെ. എൻജിനീയറിങ്ങിൻ്റെ പരമാവധി യൂട്ടിലൈസ് ചെയ്തുകൊണ്ടുള്ളൊരു കൺസ്ട്രക്ഷനാണ് ഈ അബുദാബി എയർപോർട്ടിലുള്ളത്. പുതിയ എയർപോർട്ട് ആയതുകൊണ്ട് തന്നെ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും ഉള്ള അതിമനോഹരമായ അതിവിശാലമായ ഒരു എയർപോർട്ടാണ് അബുദാബി എയർപോർട്ട്. അപ്പോൾ അതിൻ്റെ ഇൻസൈഡാണ് ഞാനിപ്പോൾ കാണിച്ചത്. മികച്ച ഇൻ്റർനാഷണൽ ബ്രാൻഡുകൾ ലഭിക്കുന്ന ഒരു അബുദാബി ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ഇവിടെ ഉണ്ട്. പിന്നെ നോക്കുമ്പോൾ ഒട്ടുമിക്ക ബ്രാൻഡുകളുടെയും ഷോറൂമുകൾ ഇവിടെ കാണാം. ശരിക്കും നമ്മളൊരു സൂപ്പർ മാളിൽ കയറിയൊരു പ്രതീതിയാണ് ഈ ഒരു എയർപോർട്ടിനുള്ളിൽ നമുക്ക്. അത്രയും ഷോപ്പിംഗ് ഏരിയകളും അതിവിശാലമായ സൗകര്യങ്ങളോട് കൂടിയ ഇൻറ്റീരിയറൊക്കെ ഞെട്ടിക്കുന്ന ടൈപ്പ് ഇൻറ്റീരിയർ. ഇപ്പോൾ അബുദാബി സമയം 8:30 മണി, കാലത്ത് 8:30 മണിയാണ്. 10 മണിയാണ് നമ്മുടെ നാട്ടിലെ സമയം. 1.5 മണിക്കൂറിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ള കുറേ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അവിടെയൊന്നും നമുക്കിനി റെക്കോർഡിങ് നടക്കില്ല. ആ കാര്യങ്ങളൊന്നും നോക്കട്ടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ വന്ന് സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞിപ്പോൾ ഉള്ളിലാണ് ഉള്ളത്. എയർപോർട്ടിൻ്റെ ഉള്ളിലാണ്. ട്രാൻസ്ഫർ അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് അബുദാബി ടു ലണ്ടൻ, ലണ്ടൻ ടു USA. അപ്പോൾ നമ്മൾ പോകുന്നത് US-ലേക്ക് കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ലല്ലോ. US ട്രിപ്പാണ്. ഒരു 10-25 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു US ട്രിപ്പാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണണം. ഇതിൻ്റെ ഒരു തുടർ വീഡിയോകളാണ് ഇനി വരുന്നത്. ഒരു എക്സ്പ്ലോർ US അതാണ് അടുത്ത വീഡിയോകൾ കേട്ടോ. പിന്നെ ഈ വീഡിയോകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ടുകൾ വേണം. അബുദാബിയിൽ നിന്ന് ലണ്ടൻ വഴി നമ്മൾ ഫ്ലോറിഡയിലെ ടാംബയിലേക്കാണ് നമുക്കിനി പോകുന്നത്. ടാംബയിലാണ് നമ്മളെ US ട്രിപ്പ് ആരംഭിക്കുന്നത്. അപ്പോൾ അവിടേക്കുള്ള ടിക്കറ്റുകളൊക്കെ നമുക്ക് ഈ എയർപോർട്ടിൽ നിന്ന് എടുക്കണം. അബുദാബി എയർപോർട്ടിൽ നിന്നാണ് ആ ടിക്കറ്റുകളൊക്കെ. അതൊക്കെ തന്നെ അവിടുന്ന് പെട്ടെന്ന് തന്നെ ശരിയായി. അതിനൊന്നും വലിയ താമസം ഉണ്ടായിരുന്നില്ല. ഇനി ഇവിടുന്ന് നമുക്ക് ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റ് വൈകിട്ട് 2:40 അപ്പോൾ ഒരു 6 മണിക്കൂറിലധികം നമുക്കിവിടെ ലേ ഓവർ ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കണം. അത്രയും നേരം നമുക്ക് ഇവിടുത്തെ ലോഞ്ച് ഇട്ട് നമ്മൾ ആക്സസ് ചെയ്യുന്നില്ലല്ലോ. കാരണം ഇനി ഇതിൽ കൂടുതൽ സമയം നിൽക്കേണ്ട ലണ്ടൻ എയർപോർട്ടിലുണ്ട്. അപ്പോൾ അവിടുത്തെ ലോഞ്ച് നമുക്ക് നോക്കാം. ഇടയ്ക്ക് ഇവിടെയൊക്കെ കിട്ടുന്ന ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിസ്സ, ബർഗർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ പിസ്സയിൽ തുടങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ US-ലെത്തിയാലും ഇതൊക്കെ തന്നെയായിരിക്കും ഫുഡ്. അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ 2 പിസ്സ വാങ്ങി. എൻ്റെ കൂടെ വിപിനും ഉണ്ട് കേട്ടോ. വിപിൻ ഇതാ പിസ്സ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നീണ്ട 8 മണിക്കൂർ യാത്രയ്ക്കൊടുവിൽ നമ്മൾ കാലത്ത് 2:40 ലണ്ടൻ ഹീത്രോ എയർപോർട്ടിൽ എത്തിയിട്ടു. എയർപോർട്ടൊന്നും പുലർച്ചെ ആയതുകൊണ്ട് ഞാൻ അത്ര എക്സ്പ്ലോർ ചെയ്തില്ല. ഞാനിപ്പോൾ കാലത്ത് തന്നെ അവരുടെ ലോഞ്ചിലാണ് ഉള്ളത്. ലോഞ്ചിലൊക്കെ ഒത്തിരി ഫുഡുകളുടെ ഒരു സമ്മേളനം തന്നെയാണ്. ഒരുപാട് ഐറ്റംസ് നമുക്ക് ഏതാണോ വേണ്ടത് അത്രയും ചൂസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് വെറൈറ്റി ഫുഡുകളുടെ ഒരു നല്ല ശേഖരം തന്നെയുണ്ട്. പിന്നെ കുറച്ച് കഴിയുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ആണെങ്കിൽ നമുക്ക് ലിക്കർ കിട്ടും. ആവശ്യത്തിനുള്ള ലിക്കറുണ്ട്, റെഡ് വൈൻ ഉണ്ട്, ബിയറുണ്ട്. എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ എല്ലാം റെഡിയാണ്. അവിടുന്ന് തന്നെ നമുക്ക് നമ്മളെ ഫ്ലൈറ്റ് ഇൻഫർമേഷനൊക്കെ അവിടെ തന്നെ കിട്ടും. അപ്പം ഒത്തിരി ഒരു 3 മണിക്കൂർ സമയം നമുക്ക് അതിൻ്റെ അകത്ത് ചിലവഴിക്കാൻ പറ്റുള്ളൂ. പരമാവധി അത്രയേ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഉള്ളത് ലണ്ടനിലെ ഹീത്രോ എയർപോർട്ടിലാണ് കേട്ടോ. നമ്മളിവിടെ നേരത്തെ ഇറങ്ങി. ഇപ്പോൾ ഇവിടെ 5 ടെമ്പറേച്ചർ. അതുകൊണ്ട് ഇപ്പോൾ കോട്ടിടാതെ നിവർത്തില്ല. ജാക്കറ്റൊക്കെ ധരിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ഒരു 4 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. സെക്യൂരിറ്റി ചെക്കിങ് അത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ 2 മണിക്കൂർ വെയിറ്റ് ചെയ്താൽ നമ്മൾ അടുത്ത ഫ്ലൈറ്റ് ലണ്ടൻ ടു US ഫ്ലൈറ്റ് റെഡിയായി.
ലണ്ടനിൽ നിന്ന് ടാമ്പയിലേക്ക് നമ്മൾക്ക് വിർജിൻ അറ്റ്ലാന്റിക്കിൽ ഇംഗ്ലണ്ടിൻ്റെ ഫ്ലൈറ്റാണ്. അതിലാണ് നമ്മൾ യാത്ര കേട്ടോ. അതിൻ്റെ ബോർഡിംഗ് ഒക്കെ ഏകദേശം കറക്റ്റ് ടൈമിന് തന്നെ തുടങ്ങി. ടിക്കറ്റൊക്കെ നമ്മൾ അബുദാബിയിൽ നിന്ന് തന്നെ എടുത്തതുകൊണ്ട് ഇവിടെ ടിക്കറ്റിന് വേണ്ടിയുള്ള താമസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബിസിനസ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സോൺ ഏറ്റവും ബാക്കിലാണ് ഇനി തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ സോൺ 4-മത്തായിരുന്നു, ഒരു മിഡിലായിട്ട് വരും. അപ്പോൾ നമ്മൾ ഈ ഏരിയയിലേക്കുള്ള ആളുകളൊക്കെ കയറാനാവുന്നേ ഉള്ളൂ. ഏകദേശം ഫ്ലൈറ്റ് ഫുള്ളാവാനുള്ള ആളുകൾ അവിടെ ബോർഡിങ്ങിൻ്റെ അടുത്ത് ക്യൂവിലുണ്ട്. പിന്നെ വലിയ ഫ്ലൈറ്റാണ്, ഒത്തിരി സീറ്റുകളുള്ള ഫ്ലൈറ്റാണ്. പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമുക്ക് പുതയ്ക്കാനുള്ള കമ്പിളിയോ, പിന്നെ ഫുഡ്, പിന്നെ മോണിറ്റർ, TV, നമ്മളുടെ ലാംഗ്വേജിൽ ഹിന്ദി ലാംഗ്വേജ് വരെ കിട്ടുന്ന TV ഉണ്ട്. അപ്പോൾ എല്ലാ സൗകര്യമാണ്. നമുക്ക് കിടന്നുറങ്ങി പോകാനുള്ള നല്ല സൗകര്യമുള്ള സീറ്റുകളുമാണ്. പിന്നെ നമ്മളുടെ റൂട്ടുകളൊക്കെ അതിൽ കാണിച്ചുകൊണ്ടാണ്. അബുദാബി അവിടെ കാണാം നമുക്ക്. അവിടുന്ന് നേരെ പോയിട്ട് നമ്മൾ എത്തുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ടാമ്പ എന്ന് പറഞ്ഞ അബുദാബിയിൽ നിന്ന് ടാമ്പയിലേക്കുള്ള ആ ഒരു ഫ്ലൈറ്റ് മൂവിങ് ഒക്കെ അത് നമുക്കിതിൽ കണ്ടുകൊണ്ട് പോകാൻ പറ്റും. പിന്നെ ഇതിൻ്റെ എല്ലാം ഫുൾ ഡീറ്റെയിൽ ഇതിൽ കിട്ടും കേട്ടോ. നമുക്ക് എത്ര സമയം പിടിച്ചു, അതിന് എത്ര സമയമായി, എത്ര കിലോമീറ്റർ പോയി, എത്ര ഹൈറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇത് ഏകദേശം ഒരു 44,000 അടി ഉയരത്തിൽ വരെ ഫ്ലൈറ്റ് പോയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞിട്ട് 960 km/h. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ. ഫ്ലൈറ്റ് ടൈമിന് തന്നെ നമ്മളെ ഫ്ലൈറ്റ് മൂവ് ചെയ്തു കേട്ടോ. ഫ്ലൈറ്റിൽ ഓൾമോസ്റ്റ് ആൾ ഫുള്ളാണ്. വലിയൊരു ഫ്ലൈറ്റ് തന്നെയാണ് വിർജിൻ അറ്റ്ലാന്റയുടെ ഈ ഫ്ലൈറ്റ്. ഇംഗ്ലണ്ടിൻ്റെ രാത്രി ആകാശ ദൃശ്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മനോഹരമായ ലൈറ്റിൽ കുളിച്ചു നിൽക്കുന്ന ഇംഗ്ലണ്ട് എയർപോർട്ടിൻ്റെ പരിസരത്തുള്ള ഇംഗ്ലണ്ട് നഗരമാണ് നമ്മൾ കാണുന്നത്. അല്പസമയത്തിന് ശേഷം സുന്ദരിമാരായ എയർ ഹോസ്റ്റസ് നമ്മളുടെ ഡിന്നർ കൊണ്ടു തന്നു. കാണാം, കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, കേക്ക് കാണാം, ഒരു ബോട്ടിൽ വാട്ടർ, ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ പറഞ്ഞത്, അത് കിട്ടിയിട്ടുണ്ട്. കൂടെ നമുക്ക് ജ്യൂസോ കോഫിയോ എന്താണ് ആവശ്യം എന്നുള്ളത് അത് പറയാം. ലിക്കറും സപ്ലൈ ഉണ്ട് കേട്ടോ. അപ്പം ലിക്കർ ആവശ്യമുള്ളവർക്ക് അത് വാങ്ങാം. നമ്മൾ കാപ്പിയാണ് ഇപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഡിന്നറൊക്കെ കഴിഞ്ഞ് സുഖമായിട്ടൊന്ന് ഉറങ്ങി ഒന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ടാമ്പ എയർപോർട്ടിൻ്റെ മുകളിലാണ്. നമ്മൾ അനൗൺസ്മെൻ്റ് ഒക്കെ വരാനായി. ഏതാനും നിമിഷങ്ങൾക്ക് നമ്മൾ ടാമ്പ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് ടാമ്പയിൽ നിന്ന് നമുക്ക് പോകേണ്ടത് ഒർലാൻഡോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഒർലാൻഡോയിലാണ് നമുക്ക് ഇനി എക്സ്പ്ലോർ ചെയ്യാനുള്ളത്. നാസയുടെ സ്ഥലത്ത് പോകാനുണ്ട്. മറ്റ് കാര്യങ്ങളൊക്കെ അധികം ഉള്ളത് നമുക്ക് ഒർലാൻഡോയിലാണ്. അപ്പോൾ അവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇപ്പോൾ നമ്മളെ ഫ്ലൈറ്റ് താന്ന് പറന്ന് ഏകദേശം നമ്മൾ അമേരിക്കയുടെ മണ്ണിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. ജീവിതത്തിലുള്ളൊരു സ്വപ്നമായിരുന്നു അമേരിക്ക. അവിടേക്കാണ് നമ്മളിപ്പോൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. ടാമ്പ എയർപോർട്ട്, ഫ്ലോറിഡയിലുള്ള ടാമ്പ എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. നമ്മൾ ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അമേരിക്കയുടെ മണ്ണിലേക്കാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത് കേട്ടോ. അടിപൊളി. സ്വപ്നത്തെ കണ്ട സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. എയറോ ബ്രിഡ്ജ് ഇറങ്ങിക്കഴിഞ്ഞ് നമുക്ക് ലഗേജ് ഒന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് തന്നെ ഇറങ്ങാൻ പറ്റും തോന്നുന്നു. പിന്നെയുള്ളൊരു കാര്യം, ഇവിടെ ഒന്നും ഒരുപാട് വലിയ സ്ട്രിക്റ്റ് ചെക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ അമേരിക്ക എന്ന് കേൾക്കുമ്പം മൊത്തമായിട്ട് ചെക്ക് ചെയ്തിട്ട് ആകെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളൊരു ടൈപ്പല്ലേ, അതൊന്നും ഇവിടെ കാണാനില്ല. ഇനി നമുക്ക് ഇവിടെ എയർപോർട്ടിൽ നിന്ന് അതിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്ക് ബസ് കിട്ടും. നമുക്ക് ഒർലാൻഡോയിലേക്ക് നമ്മൾ ബസ്സാണ് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ബസ് സ്റ്റോപ്പ് ഉണ്ട്, ബസ് സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഫ്ലിക്സ് ബസ് കിട്ടും. അങ്ങനെ ഇപ്പോൾ നമ്മൾ അമേരിക്കയുടെ മണ്ണ് തൊട്ടിട്ടോ. ഞാനിപ്പോൾ എയർപോർട്ടിനുള്ളിൽ തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ ഇവിടുന്ന് പുറത്തിറങ്ങണം. പുറത്ത് ടെർമിനലിലേക്ക് ഇനി നമുക്ക് ബസ് സ്റ്റേഷൻ്റെ അടുത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഏകദേശം ഇവിടെ ട്രെയിൻ കിട്ടും. ആ ട്രെയിനിൽ രണ്ടാമത്തെ സ്റ്റോപ്പിൽ ഇറങ്ങാനാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ പോയി നോക്കണം. അധികം കാത്ത് നിൽക്കാതെ തന്നെ നമ്മളെ ട്രെയിൻ എത്തിയിട്ട് ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റോപ്പിലാണ് നമുക്ക് ഇറങ്ങേണ്ടത്. പോകുന്ന വഴിയിൽ മനോഹരമായ ഇതേമാതിരി ദൃശ്യങ്ങളൊക്കെ കണ്ട് നമുക്ക് പോകാം. കുറഞ്ഞ ദൂരേ പോകാനുള്ളൂ. ഇവിടെയാണ് നമുക്ക് ഇറങ്ങിയത്. ഇവിടുന്ന് നമുക്ക് ഒർലാൻഡോയിലേക്ക് ബസ് കിട്ടുന്നിടത്തേക്ക് വേറെ ചെറിയൊരു ബസ് പിടിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ ആ ബസ് എത്തുന്ന സ്ഥലമാണ് ഇത്. അപ്പോൾ ഇവിടെ നല്ല സ്ഥലങ്ങൾ കേട്ടോ, നല്ല വൃത്തിയുള്ള സ്ഥലം. ഒരുപാട് ആളൊന്നും ഇവിടെയും ബസ്സിന് കാത്തിരിക്കുന്നില്ല. കുറച്ച് ആളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നത് കാണാം. നമ്മളുടെ ബസ്സിൻ്റെ നമ്പർ എഴുതിയ ഗേറ്റ് ആ ലാസ്റ്റിലാണ്. ഇത് ഇവിടുത്തെ ഒരു ബസ് സ്റ്റാൻഡാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ടാമ്പയിൽ നിന്ന് ഒരു ബസ്സിൽ കയറിയിട്ട് ഇവിടെ എത്തിയതാണ്. ഇനി ഇവിടുന്ന് വേണം നമുക്ക് ഒർലാൻഡോയിലേക്കുള്ള ബസ് പിടിക്കാൻ.
അപ്പം ഒരുപാട് പബ്ലിക് ട്രാൻസ്പോർട്ടിലൊന്നും ഒരുപാട് ആളില്ല കേട്ടോ. ആ ബസ് എയർപോർട്ടിൽ നിന്ന് കയറിയാൽ ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ. പിന്നെ വഴിയിൽ നിന്ന് കുറേ ഓടിക്കഴിഞ്ഞ് വഴിയിൽ നിന്ന് ഒരാളുടെ മാത്രമേ കയറിയുള്ളൂ. അത്രയൊക്കെയുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ. അവിടെ ഒരു സൈൻ ബോർഡ് കാണുന്നുണ്ട് ആ ഹൈവേക്ക് കണക്കായിട്ട്. അവിടെ ആ ഒർലാൻഡോ എന്ന് കാണുന്നില്ല, അവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഇന്ന് സ്റ്റേ അവിടെയാണ്. ഒർലാൻഡോയിലേക്കുള്ള ബസ് നമ്മൾ ബുക്ക് ചെയ്തത് 10:35 എടുക്കുന്നത് ഇവിടെ. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയർപോർട്ടിലിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് എന്തെങ്കിലും താമസങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈം ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തത്. നമ്മളെ ബസ് ഒർലാൻഡോയിലേക്കുള്ളത് 10:30 മണിക്കാന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ മണി ഏകദേശം 7 ഉള്ളൂ. ഇനി ഒരു 3.5 മണിക്കൂർ കൂടി വേണം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ഡിന്നർ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ സ്ട്രീറ്റിൽ കൂടിയൊക്കെ ഒന്ന് നടക്കാമെന്ന് കരുതിയ. ഈ ദിവസം ഇവിടെ ഇനി നമ്മളില്ല. പഴയൊരു ആർക്കിടെക്ചർ സ്റ്റൈലിലുള്ള ഒരു ചർച്ച് പിന്നിട്ട് നമ്മൾ മുന്നോട്ട് പോയി. ഈ ടൗൺ കാണാൻ തന്നെ ഒരു സുന്ദരമായിട്ട് നമ്മൾ വളരെ ത്രില്ലിലാണ്. കാരണം നമ്മൾ സങ്കല്പിക്കാൻ പോലും കഴിയാത്തൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ 10:30 മണിക്ക് നമ്മളെ സമയം കറക്റ്റ് തന്നെ നമ്മൾ ഫ്ലിക്സ് ബസ് വന്നു. ഇനി ബസ് കിടന്നൊന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ നമുക്ക് ഉറങ്ങാനുള്ള സമയമുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് മയങ്ങാനുള്ള പരിപാടിയിലാണ് കേട്ടോ നമ്മൾ. പക്ഷെ മയക്കം വിട്ടുണരുമ്പോൾ ഒക്കെ ഈ രാത്രിക്കത്തെ കാഴ്ചകൾ വളരെ മനോഹരമാണ്. വിജനമായ റോഡാണ്, എന്നാലും വാഹനങ്ങൾക്ക് വലിയ കുറവൊന്നുമില്ല. അമേരിക്ക കാണാനുള്ള ഒരു ആകാംക്ഷയിൽ ഉറക്കട്ട് വരുന്നുമില്ല. അങ്ങനെ നമ്മൾ ഫ്ലിക്സ് ബസ് നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ ഹോട്ടലിലേക്ക് ഒരു ടാക്സി പിടിച്ചു. ഇതാണ് കേട്ടോ നമ്മളെ ഹോട്ടൽ, ഒർലാൻഡോയിലുള്ള ഗ്രാൻഡ് ഹോട്ടൽ. അപ്പോൾ ഇന്നത്തെ 2-3 ദിവസം നമ്മൾ ഇവിടെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ രാത്രി ഏകദേശം ഇന്നലെ രാവിലെ തുടങ്ങിയിട്ടുള്ള യാത്രകളാണ്. ഒത്തിരി ലയോവറും ക്ഷീണങ്ങളും കാരണം നല്ല ക്ഷീണമാണ്. അപ്പോൾ അതുകൊണ്ട് റൂം കിട്ടുക, റെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളെ പ്രോഗ്രാം. ഇപ്പോൾ സമയം രാത്രി 12:30 കഴിഞ്ഞു. ആരെയോ പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ ഉറക്കച്ചടവോടെ റിസപ്ഷനിലൊരു ലേഡി ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ റൂമിൻ്റെ ബുക്കിംഗ് വൗച്ചറൊക്കെ കാണിച്ച് നമുക്ക് റൂം അലോട്ട് ചെയ്തു. നല്ല ചുറ്റുപാട് നന്നായിട്ട് ഗാർഡൻ ചെയ്തൊരു ഹോട്ടൽ കേട്ടോ. അത്രയൊക്കെ ഞാൻ നോക്കിയുള്ളൂ. നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന റൂം 4th ഫ്ലോറിൽ 6-5 ആണ്. ആവശ്യത്തിന് ലൈറ്റിംഗ് ഒക്കെ ഉള്ള നല്ലൊരു റൂം കേട്ടോ. AC ഇതാ അതിൻ്റെ സൈഡിൽ കാണാം. നല്ലൊരു ബെഡ് കാണാം. 2 സെപ്പറേറ്റ് ആയിട്ട് തന്നെ ബെഡുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടേബിൾ ലാമ്പ് അവിടെ കാണാം. പിന്നെ മനോഹരമായ വലിയൊരു TV ഉണ്ട്. താഴെ കറ്റിൽ. വെള്ളം ഇല്ല കേട്ടോ. ഇവിടെ നിന്ന് വെള്ളം വെക്കുന്നില്ല എന്ന് തോന്നുന്നു. വെള്ളം നമ്മൾ വേറെ വാങ്ങിക്കേണ്ടി വരും. പിന്നെ വാർഡ്രോബ്, നല്ലൊരു വാർഡ്രോബ്, അത്യാവശ്യം ഡ്രസ്സുകളൊക്കെ വെക്കാനുള്ള വേറൊരു സ്റ്റാൻഡും അവിടെ കാണാം. പിന്നെ നമുക്ക് നോക്കേണ്ട ടോയ്ലറ്റാണ്. നല്ല വൃത്തിയുള്ളൊരു ടോയ്ലറ്റ്, നല്ല വലുപ്പമുള്ള ഹെയർ ഡ്രയറും ഒക്കെ കൂടിയായിട്ടുള്ള നല്ല സൗകര്യമുള്ളൊരു റൂം കിട്ടും. ഇപ്പോൾ 2-3 ദിവസം നമ്മൾ ഇനി ഇവിടെയാണുള്ളത്.